ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞി ഊണ് തയ്യാറാക്കുന്ന കേട്ടോ. ഉച്ചക്കലത്തെ ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്നതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് പോകാം വീഡിയോയിലേക്ക്. അപ്പം നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അത് ഞാൻ തലേദിവസമേ വെള്ളത്തിലിട്ട് വെക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് വെക്കാൻ വേണ്ടിയിട്ട്. കുക്കറിലാണ് വെക്കണത്. 2 വിസിൽ വരുമ്പോഴത്തേക്കാണ് എനിക്ക് അരി വെന്ത് കിട്ടാറുണ്ട്. അതിനാണ് ഞാൻ തലേദിവസമേ വെള്ളത്തിലിട്ട് വെക്കാറ്. അങ്ങനെ ആദ്യം അരി കുക്കറിലിട്ടു, വെള്ളമെല്ലാം ഒഴിച്ചു, അത് അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ ബീട്രൂട്ട് തലേദിവസമേ അരിഞ്ഞെല്ലാം സെറ്റാക്കി വെച്ചേക്കായിരുന്നു. അപ്പം ബീട്രൂട്ടാണ് വേവിക്കുന്നത്. ബീട്രൂട്ട് വേവിച്ച് തോരൻ്റെ അരപ്പെല്ലാം ഇട്ടതിന് ശേഷം ഞാൻ 2 മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കും കേട്ടോ അതിനകത്തേക്ക്. അപ്പോൾ ബീട്രൂട്ടിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ചെയ്യുമ്പം. അടുത്തത് പയർ മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. അപ്പം പയറെല്ലാം കഴുകി പെട്ടെന്നുള്ള കട്ടിങ്ങാണ് എൻ്റെത്, കണ്ടാലറിയാം. എല്ലാം കൂടെ ചേർത്ത് പിടിച്ച് പെട്ടെന്ന് കത്രിക കൊണ്ട് കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. സാധാരണ തലേദിവസം ചെയ്ത് വെക്കാറുണ്ട്. അന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്യുന്നത്. അടുത്തത് മത്തി പപ്പാസ് വെക്കാമെന്ന് വിചാരിച്ചു. ചട്ടിയിൽ എണ്ണ ഒഴിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ പപ്പാസ് എന്നാണ് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതിന് ഞാൻ കൊച്ചുള്ളിയാണ്, ഉള്ളിക്ക് പകരം സവാളയ്ക്ക് പകരം കൊച്ചുള്ളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആകും. അപ്പം എണ്ണ ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കൊച്ചുള്ളി ഇട്ടു. കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി അത് ആഡ് ചെയ്തു. ദെൻ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകം ഈ 3 പൊടികളും ഇട്ട് പൊടിയുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് മീനിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യാറ്. പിന്നെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 1-ാം പാലൂടെ ഒഴിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങയെല്ലാം ചെത്താണ്. മാങ്ങ പുളിശ്ശേരി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അടുത്തത്. ഞാൻ മാങ്ങ വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് അത് ഒന്ന് അടിച്ചെടുക്കും കേട്ടോ മിക്സിക്കകത്ത്. എന്നിട്ടാണ് ഞാൻ പുളിശ്ശേരി വെക്കാറ്. നമ്മുടെ പപ്പാസ് എല്ലാം റെഡി ആയിട്ട് വന്നേക്കാണ്. എന്നിട്ട് ഏറ്റവും അവസാനമാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാറ്. അരി കുക്കറിൽ നിന്ന് മാറ്റി കലത്തിലോട്ടാക്കി ഒരു 2 തിള തിളയ്ക്കും. പിന്നെ മീനെല്ലാം വറുത്തു. മീനും വറുത്തതിന് ശേഷം ചോറെടുക്കാണ്ട്. ശേരി എന്നാണ് കേട്ടോ ആ മീനിൻ്റെ പേര്. ഞങ്ങളുടെ നാട്ടിൽ സിലോപ്പിയ എന്ന് പറയുന്ന മീനുണ്ട്. പല നാട്ടിലും പല പേരാണ് പറയുക. സിലോപ്പിയ മീനിൻ്റെ അതേ ടേസ്റ്റാണ് ഇവിടെ ശേരിക്ക്. അത് മുഴുവനോടുകൂടി വറുത്ത് കഴിക്കണത് അബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മുഴുവനോടുകൂടി വറുത്തിട്ടാണ് അതുകൊണ്ട് ശേരി മീൻ എടുക്കാറ്. അങ്ങനെ പയർ മെഴുക്കുവരട്ടിയും പിന്നെ നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോരൻ, പിന്നെ പപ്പാസ്, മാമ്പഴ പുളിശ്ശേരി, രാവിലത്തെ കടലക്കറിയും മീൻ വറുത്തതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ. പിന്നെ അടുത്ത് അബിക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു വലിയ കലാപരിപാടിയാണ്. അതൊരു ഭയങ്കര നീണ്ട ഒരു ചടങ്ങാണ്. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും എടുക്കാറുണ്ട് അബിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് കഴിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അബിക്ക് ചോറ് കൊടുത്തു, ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കൂടി ഉണ്ട് ബാക്കി. അതുകൂടെ കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചക്കലത്തെ നമ്മുടെ പരിപാടികളെല്ലാം കംപ്ലീറ്റ് ആവത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുക്കിങ്ങിലൊരു ബിഗ് സീറോ ആയിരുന്ന ഞാൻ ഇപ്പം ഏതാണ്ടൊക്കെ ചെറിയ രീതിയിലൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങി. വലിയ കുഴപ്പമില്ലാതെ കുക്കിംഗ് ഒക്കെ മുന്നോട്ട് വെക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമായോ എന്ന് പറയണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുക്കിങ്ങിൻ്റെ വിശേഷങ്ങളെല്ലാം ഒരു വ്ലോഗായിട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ അടുത്ത പരിപാടികളിലേക്ക് കടക്കട്ടെ കേട്ടോ. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് വേണം. ഇനി കുറച്ച് നേരം ഞങ്ങളുടെ റെസ്റ്റ് ടൈമാണ്. ഞാനും അബി കുറച്ച് നേരം കിടന്നുറങ്ങും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ടാറ്റ ബൈ.